ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോഫോക്കസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സുവോളജിയിലെ അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ആ വീഡിയോയുടെ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഐകാർഡ്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കാം. കഴിഞ്ഞ വീഡിയോ ക്ലാസ്, അതായത് പാർട്ട് 1, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫൈലം അനിലിഡ വരെയുള്ള പോർഷനായിരുന്നു. ഇന്ന് അതിൻ്റെ റിമൈനിങ് പോർഷൻ, ദാറ്റ് ഈസ് ഫൈലം ആർത്രോപോഡ ടു എൻഡ് ഓഫ് ദ ചാപ്റ്റർ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഫൈലം ആർത്രോപോഡ, ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമൽ കിങ്ഡം വിച്ച് ഇൻക്ലൂഡ്സ് ഇൻസെക്ട്സ്. ഇൻസെക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ഇത്രയും ഫൈലത്തിൽ നിന്നും ഏറ്റവും ലാർജസ്റ്റ് ഫൈലം എന്ന് പറയുന്നതാണ് ഫൈലം ആർത്രോപോഡ. ആൻഡ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഈസ് മാൽഫീജിയൻ ട്യൂബ്യൂൾസ്. ഫോക്കസ്ഡ് ഏരിയ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പോയിൻറ്റ്സ് മാത്രം നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻസെക്ട്സ് കൂടി പഠിക്കണം. ദാറ്റ് ഈസ് ഹണി ബി, ഏപ്പിസ്, silkworm bombyx and lac insects Laccifer. And some vectors are also included in this phylum Arthropoda, that is vector Anopheles, Culex and Aedes mosquitoes. Next is phylum Mollusca. This is the second largest animal phylum, and the animal belongs to this phylum has a file-like rasping organ for feeding called radula in the mouth. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിൻ്റ് ആണ് radula, that is a rasping organ for feeding and which is related to phylum Mollusca. And ഈ ഫൈലത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് കൂടി പഠിക്കാനുണ്ട്. പൈല ആപ്പിൾ സ്നെയിൽ, പിങ്ടാഡ പേൾ ഓയിസ്റ്റർ, സെപ്പിയ കട്ടിൽ ഫിഷ്, ലോലിഗോ സ്ക്വിഡ്, ഒക്ടോപ്പസ് ഡെവിൽ ഫിഷ്, അപ്ലീഷ്യ സീ ഹെയർ, ഡെൻഡാലിയം ടസ്ക് ഷെൽ, കീറ്റോപ്ലൂറ കൈറ്റൺ. ഈ എക്സാമ്പിൾസൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് മാറിപ്പോകാതെ പഠിക്കുക. Next is phylum Echinodermata. The most distinctive feature of echinoderms is the presence of a water vascular system. What is the function of water vascular system? It helps in locomotion, it helps to capture and transport of food, and helps in respiration. That is echinodermsന്റെ ലോക്കോമോഷനും അതുപോലെ തന്നെ അവരുടെ ഫുഡ് ക്യാപ്ചറിങ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് റെസ്പിറേഷൻ, ഇതിനെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ആൻഡ് ഇതിൽ കുറച്ച് എക്സാമ്പിൾസും കൂടി ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ആസ്റ്ററിയ സ്റ്റാർഫിഷ്, എക്കിനസ് സീ ആർച്ചിൻ, ആൻറ്റിഡോൺ സീ ലില്ലി, കുക്കുമേറിയ സീ കുക്കുംബർ ആൻഡ് ഒഫിയൂറ ബ്രിട്ടിൽ സ്റ്റാർ. ഇത്രയും എക്സാമ്പിൾസും ഇത്രയും പോയിൻറ്റ്സുമാണ് ഈ ഫൈലത്തിൽ ഫോക്കസ് ഏരിയയിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Next is phylum Chordata. Animals belonging to this phylum are fundamentally characterized by the presence of a notochord, a dorsal hollow nerve cord and a paired pharyngeal gill slits. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഫൈലമാണ് ഫൈലം കോഡേറ്റ. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് എ നോട്ടോകോഡ് ആൻഡ് എ നെർവ് കോഡ് ആൻഡ് എ ഫാരിഞ്ചൽ gill slits. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ കോഡേറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പോയിൻറ്റ്സ് ആണ് എഴുതേണ്ടത്. ആൻഡ് ദീസ് ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ, ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ് വിത്ത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് ദേ ഓൾസോ പോസസ് എ പോസ്റ്റ് ആനൽ ടെയിൽ ആൻഡ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇത്രയും പോയിൻറ്റ്സ് ആണ് ഫൈലം കോഡേറ്റയിൽ പഠിക്കാനായിട്ട് ഫോക്കസ് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം പ്രസൻസ് ഓഫ് എന്തൊക്കെയാണ് ഈ ഫൈലം കോഡേറ്റയിൽ മെയിൻ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടോകോഡ്, നെർവ് കോഡ് ആൻഡ് എ ഫാരിഞ്ചൽ ഗിൽ സ്ലിറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ കോഡേറ്റ്സ് ആൻഡ് നോൺ കോഡേറ്റ്സ്. അതിൽ മേജർ ഡിഫറൻസ് തന്നെ കോഡേറ്റ്സിൽ എന്ത് പ്രസൻ്റ് ആണ്? നോട്ടോകോഡ് പ്രസൻ്റ് ആണ്. നോട്ടോകോഡ് ആബ്സെൻ്റ് ആവുന്നതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ കോഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് is CNS, that is central nervous system, means dorsal hollow and syncytial chordates, and in non-chordates central nervous system is ventral, solid and double. And next major difference is the pharynx. Pharynx is perforated by gill slits, and in non-chordates gill slits are absent. Heart is ventral in chordates and heart is dorsal in non-chordates. If present, heart is dorsal in നോൺ കോഡേറ്റ്സ്. ഹാർട്ട് പ്രസൻ്റ് ആയിട്ടുള്ളതിലെല്ലാം
എന്താണ് ഡോഴ്സൽ ആയിരിക്കും നോൺ കോർഡേറ്റ്സിൽ. ആൻഡ് ഇൻ കോർഡേറ്റ്സ് എ പോസ്റ്റ് ആനൽ പാർട്ട് ടെയിൽ ഈസ് പ്രസൻറ്റ്. നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ കോർഡേറ്റിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറായിട്ട് പറഞ്ഞതാണ് എ പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് പ്രസൻറ്റ്. ആൻഡ് ഇൻ നോൺ കോർഡേറ്റ്സ് പോസ്റ്റ് ആനൽ ടെയിൽ ഈസ് ആബ്സെൻറ്റ്. സോ ഇത്രയാണ് കോർഡേറ്റ്സ് ആൻഡ് നോൺ കോർഡേറ്റ്സിന് നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ദിസ് ഈസ് എ ഫ്ലോ ചാർട്ട് ഷോയിങ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വെർട്ടിബ്രേറ്റ. ബട്ട് നമുക്ക് ഇതിൽ ഫുൾ ക്ലാസിഫിക്കേഷൻ നമുക്കിപ്പോൾ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനായിട്ടില്ല. അതിൽ നമുക്ക് പഠിക്കേണ്ടതാണ് ഞാൻ ആ റെഡ് ബോക്സ് കൊണ്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. സോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അത്രയും മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സൂപ്പർ ക്ലാസ് പിസസ് ആൻഡ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. ആൻഡ് സൂപ്പർ ക്ലാസ് പിസസ് ഇൻക്ലൂഡ് ദ ക്ലാസ് കോൺട്രിക്ടീസ് ആൻഡ് ഓസ്റ്റിക്ടീസ്. And the superclass Tetrapoda includes the class Amphibia, class Reptilia, class Aves and class Mammals. ഇത്രയുമാണ് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് സൂപ്പർ ക്ലാസ് പിസസ്, ക്ലാസ് കോൺട്രിക്ടീസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടീസ്. So first one, class Chondrichthyes. What are the features? Their skin is tough, containing minute placoid scales. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട എന്താണ്, ഇതിലുള്ള സ്കെയിൽസ് ആണ്. The scale present in Chondrichthyes is known as placoid scale. And they lack air bladder. Due to this, they have to swim constantly to avoid sinking. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ് എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് സ്വിം ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്, താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇവർ സ്വിം ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിന് എക്സാമ്പിളാണ് സ്കോളിഡിയോൺ, കോമൺലി നോൺ as ഡോഗ് ഫിഷ്, ആൻഡ് പ്രിസ്റ്റിസ് വിച്ച് ഈസ് കോമൺലി നോൺ as സോ ഫിഷ്. ആൻഡ് ഇൻ ക്ലാസ് ഓസ്റ്റിക്ടീസ് എയർ ബ്ലാഡർ ഈസ് പ്രസൻറ്റ് വിച്ച് റെഗുലേറ്റ്സ് ബോയൻസി. അവിടെ ബോയൻസി റെഗുലേറ്റ് ചെയ്യുന്നത് എന്തുള്ളത് കൊണ്ടാണ്, എയർ ബ്ലാഡർ പ്രസൻറ്റ് ആയതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്കിന്ന് കവർ ചെയ്തിരിക്കുന്ന സ്കെയിലിന് വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡ് ഓർ ടീനോയിഡ് സ്കെയിൽ. അപ്പോൾ സോ ഇൻ കോൺട്രിക്ടീസ് ദ സ്കെയിൽസ് പ്രസൻറ്റ് ഈസ് ദ പ്ലക്കോയിഡ് സ്കെയിൽ ആൻഡ് ഇൻ ഓസ്റ്റിക്ടീസ് ദ സ്കെയിൽ ഈസ് ടീനോയിഡ് ഓർ സൈക്ലോയിഡ് സ്കെയിൽസ്. And the examples in Ostichthyes are marine fish includes the hippocampus, that is commonly known as seahorse, and Exocetus, that is known as flying fish, and a freshwater fish known as Cutla. These are the examples of Ostichthyes. What is the difference between Chondrichthyes and Ostichthyes? ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു കുറച്ച് ഡിഫറൻസ്. അപ്പോൾ കുറച്ചുകൂടി ഡിഫറൻസിൽ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. First one, Chondrichthyes, they are marine animals, and in Ostichthyes they include both marine and freshwater fishes. And Chondrichthyes, they have a cartilaginous endoskeleton. So cartilaginous endoskeleton present ആയിട്ടുള്ള marine animalsനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, Chondrichthyes. And these Ostichthyes which includes the bony endoskeleton. Mouth is located ventrally in Chondrichthyes and mouth is mostly terminal in Ostichthyes. So Chondrichthyesൽ അനിമൽസിൻ്റെ മൗത്ത് വെൻട്രലി ആയിരിക്കും പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഓസ്റ്റിക്ടീസിൽ ടെർമിനലായിരിക്കും കാണപ്പെടുന്നത്. ആൻഡ് ഇൻ Chondrichthyes the gill slits are separate and without operculum, that is gill cover. But in Ostichthyes they have 4 pair of gills which is covered by an operculum. So Chondrichthyesൽ operculum absent ആണ്, and in Ostichthyes they have a gill 4 pair of gills which is covered by operculum. അപ്പോൾ operculum എന്താണ്, Ostichthyesൽ പ്രസൻ്റ് ആണ്. ആൻഡ് ഇൻ Chondrichthyes നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, സ്കിൻ മൈന്യൂട്ട് വിത്ത് പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ആൻഡ് ഇൻ Ostichthyes skin is covered with cycloid or ctenoid scales. And air bladder is absent in Chondrichthyes, and in air bladder is present in Ostichthyes. And in Chondrichthyes most of them are viviparous, and in other they are mostly oviparous. So these are the major differences between the Chondrichthyes and Ostichthyes. എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. നെക്സ്റ്റ് ഈസ് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ് ആംഫീബിയ. In amphibia, alimentary canal, urinary and reproductive tracts open into a common chamber which is called cloaca, which opens to the exterior. That is, in amphibia,
alimentary canal അതുപോലെ തന്നെ urinary and reproductive tract ഇതെല്ലാം എക്സ്റ്റീരിയറിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു കോമൺ ഓപ്പണിങ്ങിന് വിളിക്കുന്ന പേരാണ് ക്ലോയാക്ക. അപ്പോൾ സോ ദ ടേം ക്ലോയാക്ക ഈസ് റിലേറ്റഡ് ടു ക്ലാസ് ആംഫീബിയ. And next point is respiration is by gills, lungs and through skin. ഇത് നമുക്കറിയാം, നമ്മൾ ആംഫീബിയൻസിൽ നമ്മൾ അറിയാം നമുക്ക് എന്താണ് റെസ്പിറേഷൻ നടക്കുന്നത് ഗിൽസും അതുപോലെ തന്നെ ലങ്സ് ആൻഡ് ത്രൂ സ്കിൻ. ഈ 3 വഴിയും എന്ത് നടക്കാറുണ്ട്, റെസ്പിറേഷൻസ് നടക്കാറുണ്ട്. ആൻഡ് ദ എക്സാമ്പിൾസ് പഠിക്കേണ്ടത് 2 എക്സാമ്പിൾസ് മാത്രമാണ് ഫോക്കസ് ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. റാണ മീൻസ് കോമൺലി നോൺ as frog and salamander which is commonly known as salamander. Next is class Reptilia. The class name refers to their creeping or crawling mode of locomotion and is originated from the Latin word reper or reptum, to creep or crawl. And the next point is they are mostly terrestrial animal and their body is covered by dry and conified skin and is epidermal scales or scutes. അപ്പോൾ സോ ഇവരെ ബോഡി കവർ ചെയ്തിരിക്കുന്ന എപ്പിഡെർമൽ സ്കെയിൽസ് അല്ലെങ്കിൽ സ്ക്യൂട്ട്സ് കൊണ്ടാണ്. നമുക്കറിയാം സ്നേക്സ് ആൻഡ് ലിസാർഡ്സ് അവരുടെ സ്കെയിൽസ് റെഗുലറായിട്ട് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്കിൻ കാസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിനകത്തുള്ള എക്സാമ്പിൾസ്, ഇത്രയും എക്സാമ്പിൾസ് ആണ് നമുക്ക് പഠിക്കേണ്ടത്. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? കീലോൺ കോമൺലി നോൺ as ടർട്ടിൽ ആൻഡ് ടെസ്റ്റ്യൂഡോ ടോർട്ടോയിസ്, കെമേലിയോൺ ട്രീ ലിസാർഡ്, കെലോട്ടസ് ഗ്രീൻ ഗാർഡൻ ലിസാർഡ്, ക്രോക്കോഡിലസ് ക്രോക്കഡൈൽ, അലിഗേറ്റർ തന്നെയാണ്, ആൻഡ് ഹെമിഡാക്ടൈലസ് വാൾ ലിസാർഡ്. ആൻഡ് സം പോയിസണസ് സ്നേക്സ് ആർ ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ക്ലാസ്, ദാറ്റ് ഈസ് കോബ്ര വിച്ച് ഈസ് നോൺ as നജ, ആൻഡ് ബംഗാറസ്, ക്രൈറ്റ്, വൈപ്പേറ, വൈപ്പർ. സോ ഇത്രയും എക്സാമ്പിൾസും ഈ ക്ലാസ് റെപ്റ്റീലിയൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിൻറ്റ്സ് തന്നെയാണ്. Next is class aves. The characteristic features of aves are the presence of feathers and most of them can fly except the flightless bird ostrich. And ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് ആണ്. ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ, they possess beak, and second, the forelimbs are modified into wings. Next point is endoskeleton is fully ossified with bones and the long bones are hollow with air cavities known as pneumatic. That is endoskeleton bony ആയിരിക്കും, ബട്ട് അവരുടെ ലോങ് ബോൺസ് എന്ന് പറയുന്നത് ഹോളോ, അതായത് എയർ ക്യാവിറ്റീസ് പ്രസൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് നോൺ as pneumatic. And fourth one, air sacs are connected to the lungs. They supplement respiration. സോ ലങ്സ്, എയർ സാക്സ് എന്ത് ലങ്സിൻ്റെ കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എന്തായിരിക്കും, അവർക്ക് റെസ്പിറേഷൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. And the hind limbs are generally having scales and are modified for walking, swimming and clasping the tree branches. And their skin is dry without glands except the oil gland at the base of the tail. And in class A's, the respiration is by lungs. സോ ഇത്രയും പോയിൻറ്റ്സ് ആണ് ഇതിൽ പഠിക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്, ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഇൻ ബേർഡ്സ് ആണ് പഠിക്കേണ്ടത്. സോ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? ക്രോവസ് കോമൺലി നോൺ as ക്രോ, ആൻഡ് കൊളംബ പീജിയൻ, സിറ്റാക്കുല പാരറ്റ്, സ്ട്രുതിയോ ഓസ്ട്രിച്ച്, പാവോ പീകോക്ക്, ആപ്റ്റിനോഡൈറ്റ്സ് പെൻഗ്വിൻ, നിയോഫ്രോൺ വൾച്ചർ. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ക്ലാസ് aves. Next is class Mammalia. They are found in a variety of habitats, polarized scaps, deserts, mountains, forests, grasslands and dark caves. Some of them have adapted to fly. Example, Pteropus, that is flying fox, or live in water. അപ്പോൾ മെമേലിയയിൽ വരുന്ന അനിമൽസ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ഓഫ് ഹാബിറ്ററ്റ്സിൽ കാണപ്പെടുന്നു. അപ്പോൾ അതിൽ ഫ്ലൈയിങ് അഡാപ്റ്റേഷനുള്ള അനിമൽസും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ടീറോപ്പസ്, ദാറ്റ് ഈസ് ഫ്ലൈയിങ് ഫോക്സ്. The most unique mammalian characteristics is the presence of milk producing gland known as mammary glands by which the young ones are nourished. So main important point എന്ന് പറയുന്നത് എന്താണ്? presence of a mammary glands. They have 2 pair of limbs adapted for walking, running, climbing, burrowing and swimming or flying. And the skin of mammals is unique in possessing hair. They have external ears or pinnae and different types of teeth are present in their jaws. Heart is 4-chambered and they are homoeothermal.
Homoeothermous animals means warm-blooded animals. That is, they are able to maintain a constant body temperature. അതായത് സ്ഥിരമായിട്ടൊരു ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അനിമൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാം ബ്ലഡഡ് അനിമൽസ് അല്ലെങ്കിൽ ഹോമോയോതേർമസ് അനിമൽസ് എന്ന് അറിയപ്പെടുന്നത്. And this is the main property of class Mammalia, and their respiration is by lungs. Sexes are separate, fertilization is internal, they are viviparous with few exceptions, and development is direct. സോ ഇതിനകത്ത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഓവിപാരസും ഉണ്ട്, അതുപോലെ തന്നെ വിവിപാരസ് ചില എക്സെപ്ഷൻസിൽ അങ്ങനെ നടക്കാറുണ്ട്. സോ ഓവിപാരസിന് എക്സാമ്പിളായിട്ട് വരുന്നത് എന്താണ്, ഓർണിത്തോറൈനസ്, എന്താണ് അതിന് കോമൺലി വിളിക്കുന്ന പേരാണ് പ്ലാറ്റിപ്പസ്. ആൻഡ് വിവിപാരസ് മീൻസ് അതിന് എക്സാമ്പിൾ എന്തൊക്കെ വരുന്നുണ്ട്, മാക്രോപ്പസ്, കങ്കാരു, ടീറോപ്ലസ്, ഫ്ലൈയിങ് ഫോക്സ്, കെമേലസ്, ക്യാമൽ, മക്കാക്ക, മങ്കി, റാറ്റസ്, റാറ്റ്, Canis, dog, Felis, cat, Elephas, elephant, Equus, horse, Delphinus, common dolphin, Balaenoptera, blue whale, Panthera tigris, tiger, Panthera leo, lion. So these are the examples of class Mammalia. സോ ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. Unlike bony fishes, cartilage fishes have swim constantly to avoid sinking due to, നമുക്കറിയാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് എഴുതാം. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം, നെയിം ദ ക്ലാസ് ഇൻ വിച്ച് ബിലോങ്സ് ടു, റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ക്ലാസ്. Third question, find out the odd one and justify your answer. Sawfish, jellyfish, flying fish, angelfish and dogfish. Fourth one, name of certain animals are given below. Write the phylum of each animal. A. Phyla, B. Pleurobranchia, C. Nereis and D. Antedon. Fifth one, observe the diagram showing the characteristics of a phylum. A. Identify the phylum. Name the part labeled A. Point out the three fundamental characteristics of the phylum. Sixth one, note the relationship in the first pair and then complete the second pair. Osteichthyes, cycloid scale, then chondrichthyes, dash. Two characteristics of an invertebrate animal is given. A. Jointed appendage, B. Malpighian tubule. Identify the phylum and write the role of Malpighian tubule in it. Eighth one, characters of a marine invertebrate is given below. Spiny skinned body, presence of water vascular system. Identify and write the phylum. Write any two functions of water vascular system among them. Ninth one, two examples of fishes are given below. Scolidion dogfish, Exocetus flying fish. Place them in two distinct classes. B. Differentiate the above class based on two important characters. 10th question, assign the following features of animal given in the column A to the most appropriate animal phylum given in the column B. So match ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. 11th one, birds are well adapted for flying. Give any three of such adaptations. 12th question, identify the phylum to which these characteristics belong. Number 1, presence of complete. 2, presence of flame cell. 3, presence of radula. 4, presence of Malpighian tubule. Number 5, presence of cnidocyte. And 6, presence of notochord. So ഈ characteristics ഒക്കെ ഏതൊക്കെ ഫൈലത്തിലാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നതാണ് എഴുതേണ്ടത്. Question number 13. Your biology teacher exhibited a laboratory specimen in the classroom. Based on which feature will you distinguish it as chordate or a non-chordate? So നമ്മൾ കോർഡേറ്റും നോൺ കോർഡേറ്റും തമ്മിലുള്ള ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ട്. ആ ഡിഫറൻസ് ഏതൊക്കെയെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. 14th one, complete the column using the appropriate phylum, distinctive feature and excretory organ. So appropriate ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ആ ബ്ലാങ്ക്സ് എല്ലാം ഫില്ല് ചെയ്യുക. ലാസ്റ്റ് വൺ, മാച്ച് കോളം ബി ആൻഡ് സി വിത്ത് കോളം എ. സോ മാച്ച് ദി ഫോളോയിങ് മൂന്നിലും ഇൻക്ലൂഡ് ആയത് റെപ്റ്റീലിയ, ഏവ്സ് ആൻഡ് മെമേലിയ. അതിൻ്റെ ഫീച്ചേഴ്സ് ബി ആൻഡ് സിയിൽ തന്നിട്ടുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത് മാച്ച് ചെയ്ത് എഴുതുക. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞ നോട്ട്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ.
അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടിയില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ ചോദിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോ ക്ലാസ്സുമായി കാണുന്നത് വരെ ഹാപ്പി ലേണിംഗ്.